ആളുകൾക്ക് എപ്പോഴും ഒരാളിങ്ങനെ ക്രൂശിക്കുക അതിലൊക്കെ എല്ലാവരുടെ ഉള്ളിലും ആ ചെറിയൊരു സാഡിസം ഇല്ലേ എന്ന് തോന്നും അല്ലേ? ഇപ്പോൾ റീസെൻ്റായിട്ട് മസ്താനിൻ്റെ കേസ് തന്നെ, അതായത് ഒരാൾക്കെതിരെ നമുക്കൊരു ആരോപണം ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ തകർക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവർ നേരെ പാസ്റ്റിലോട്ട് പോയിട്ട് അവരെങ്ങനെയായിരുന്നു, അതൊരു പ്രശ്നം പോലും ആയിരിക്കില്ല, പക്ഷെ എന്തൊരു പ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ട് അയാളെ ക്രൂശിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ അയാളുടെ പേഴ്സണാലിറ്റി അറ്റാക്ക് ചെയ്യും, അയാളുടെ ക്യാരക്ടറിനെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ അയാളെ എന്ത് ചെയ്യുക, മാനസികമായിട്ട് തകർക്കുക എന്നുള്ള ഒരു ചീപ്പ് PR വർക്ക് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലായാലും അത് ഏത് ഇൻഡസ്ട്രിയിലായാലും, അതായത് ഒരാളുടെ പാസ്റ്റ് കുത്തിപ്പോക്കിയിട്ട് അയാളെ മാനസികമായിട്ട് ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കുക. പണ്ടത് ഇപ്പോൾ നമ്മൾ കവലകളിലാണ് അല്ലെങ്കിൽ ചായപ്പീടികളിൽ നിന്ന് ചെയ്തിരുന്ന പണിയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെയ്യുന്നു. ഓക്കെ, അന്ന് താളത്തിൽ അവിടെ ചായപ്പീടിയിൽ നിന്ന് ചെയ്യുന്നത് ഇന്ന് താളത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കുറച്ചും കൂടി വലിയ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അന്നും നടന്നിരുന്നതാണ്, ഇന്നും നടക്കുന്നതാണ്. അതൊരു പക്ഷേ ഇനി എത്ര യുഗം വന്നാലും അത് അങ്ങനെ തന്നെ തുടരും.